നമസ്കാരം. ഇന്ന് ഇൽക്കൽ സാരിയെക്കുറിച്ചാണ് പറയുന്നത്. ഇൽക്കൽ സാരി എനിക്ക് ആദ്യം വാങ്ങിച്ചു തന്നത് കീർത്തിമോളാണ്. കീർത്തിമോൾക്ക് ഉടുപ്പിയിൽ ജോലി കിട്ടിയ സമയത്ത് എനിക്കൊരു ഇൽക്കൽ സാരി വാങ്ങിത്തന്നു. അത് ഇൽക്കൽ സാരിയാണെന്നൊന്നും അറിയാതെ തന്നെ അതിന് മുന്നേ അമ്മയുടെ കയ്യിൽ ഒരുപാട് ഇൽക്കൽ സാരികളുണ്ടായിരുന്നു. നോർത്ത് കർണാടകയ്ക്ക് ഭയങ്കര ഭംഗിയുള്ള സാരി പാരമ്പര്യമാണുള്ളത്. അതിൽ ഏറ്റവും ഭംഗിയുള്ള നോർത്ത് കർണാടകയുടെ ഒരു പാരമ്പര്യമാണ് ഇൽക്കൽ സാരി എന്ന് പറയുന്നത്. ഇതൊരു ഇൽക്കൽ സാരിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി കോട്ടൺ ആയിട്ടും ബോർഡറും പല്ലും സിൽക്കായിട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്യോർ കോട്ടണിലും ചെയ്യുന്നുണ്ട്, പിന്നെ പ്യോർ സിൽക്കിലും ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഈ രീതിയിലുള്ള സാരിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തോപ്പി തേണി എന്ന് പറയുന്ന ഒരു ലൂപ്പിംഗ് ടെക്നിക്കാണ്. അതായത് ഈ ബോർഡർ ഒരു സ്ഥലത്ത് നെയ്യും, പല്ലാവ് വേറൊരു സ്ഥലത്ത് നെയ്യും, പിന്നെ അതേപോലെ തന്നെ ഈ ബോഡി വേറൊരു സ്ഥലത്ത് ചെയ്യും. അതിനുശേഷം ഒരു ടോപ്പി തേണി എന്ന് പറയുന്ന ഒരു പ്രത്യേക ലൂപ്പിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് പരസ്പരം ബന്ധിപ്പിക്കും. കുഴിത്തറിയിലാണിത് സാധാരണ ചെയ്യുന്നത്, ഇതിൽ എല്ലാതരം വീവിങ്ങും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ബഗൽകോട്ട് എന്ന് പറയുന്ന ഒരു ജില്ലയിലുള്ള സ്ഥലമാണ് ഇൽക്കൽ. ആ സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ സാരി അറിയപ്പെടുന്നത്. ഭയങ്കര ഭംഗിയുള്ള നിസാം ബോർഡർ, ഗായത്രി ബോർഡർ, അങ്ങനെ പലതരത്തിലുള്ള ബോർഡറുകൾ ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ ബോർഡർ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ടെമ്പിൾ കാണാം, രുദ്രാക്ഷം കാണാം, ഗോതുമ ഡിസൈൻ കാണാം. ശ്രദ്ധിച്ച് നോക്കണം. അപ്പം അങ്ങനെയുള്ള പല പരമ്പരാഗത ബോർഡറുകളുടെയും മിക്സ്ചറായിട്ട് ഇത് പൊതുവെ ഇങ്ങനത്തെ ഈ ഒരു ബോർഡർ തന്നെയാണ് ഇൽക്കലിന് സാധാരണയായിട്ട് ഉണ്ടാവുക. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് എപ്പോഴും കോൺട്രാസ്റ്റിലാണ് നമ്മൾക്കധികം കാണാൻ കഴിയുക. കോൺട്രാസ്റ്റിൽ ബോഡി ലൈറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് കളറിലുള്ള ബോർഡർ. അതേപോലെ തന്നെ ഇതിൻ്റെ പല്ലുണ്ട്, പല്ലും അതേപോലെ തന്നെ. അതൊരു പല്ലുവിൽ കൂടുതൽ വർക്ക്സ് ഒന്നുമില്ല, ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇത് കട്ടയല്ല, കള്ളിയല്ല, മറിച്ചൊരു ഗോവണി പോലെയുള്ള സ്റ്റെപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിലുള്ളത്. എനിക്ക് എൻ്റെ ഒരു സാരിയിലും ഇത്തരത്തിലുള്ളൊരു ഡിസൈനില്ല. ഇത് വളരെ റെയറായിട്ട് തന്നെ പിറന്നാളിന് എനിക്ക് ബർത്ത്ഡേക്ക് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയൊരു സാരിയാണ്. എൻ്റെ കയ്യിൽ വേറെയും കുറേ ഇൽക്കൽ സാരിയുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അലമാരയിൽ വാർഡ്രോബിലൊരു ഇൽക്കൽ സാരി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇൽക്കൽ എന്ന് പറഞ്ഞാൽ കർണാടകത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പെൺമയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് കരുതപ്പെടുന്നതാണ്. എല്ലാ ട്രഡീഷണൽ ഇവൻറ്റുകളിലും റിച്വലുകളിലും എല്ലാം ഇൽക്കൽ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എനിക്ക് ഭയങ്കര മനോഹരമായ 2 ഇൽക്കൽ സാരി കിട്ടിയിട്ടുണ്ട്. ഒരു പച്ച ഇൽക്കൽ, പച്ചയിൽ പിങ്ക് ബോർഡർ ആയിട്ടുള്ള ഇൽക്കൽ സാരി, നീലയിലും ഉള്ള ഇൽക്കൽ സാരി കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളത് ബഞ്ചാരെ നർത്തകരുടെ ഒരു സംഘം എപ്പോഴും വരും, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും വരുന്നവരാണ് അവർ. എൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ ഇൽക്കലിൽ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലില്ലാത്ത, ഫേസ്ബുക്കിൽ എൻ്റെ എല്ലാ സാരികളും നോക്കി പരിശോധിച്ച്, എൻ്റെ ഇൽക്കൽ സാരിയൊക്കെ നോക്കി പരിശോധിച്ച് എൻ്റെ കയ്യിലില്ലാത്ത ഒരു ഭംഗിയുള്ള 2 സാരികൾ നോക്കി വാങ്ങി അയച്ചതാണ്. അത്രയും മനോഹരമായ 2 സാരികൾ ഇൽക്കൽ സാരികൾ എനിക്ക് സമ്മാനം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അത്ര ഭംഗിയായിരുന്നു ആ സാരി. എല്ലാവർക്കും ഇഷ്ടം തോന്നണത്, കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്, നല്ല രസമുള്ള സാരി. അതിനുശേഷം ഞാനൊരു കട്ട ഇൽക്കൽ ഫാനായി വാങ്ങി. അതിന് ശേഷമാണ് കേട്ടോ ഇതെനിക്ക് ബർത്ത്ഡേക്ക് സമ്മാനം കിട്ടുന്നത്. പിന്നെ എനിക്ക് വേറൊരു ബർത്ത്ഡേക്ക് എനിക്കൊരു ബ്ലാക്ക് ഇൽക്കൽ സാരി, അതിൻ്റെ ഫോട്ടോയും ഞാൻ കാണിക്കാം. പലതരത്തിലുള്ള ഇൽക്കൽ സാരി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൽക്കൽ സാരി വാങ്ങണം. നിങ്ങൾക്ക് 1000 രൂപ മുതൽ മുകളിലേക്ക് ഏത് വിലയ്ക്ക് വേണമെങ്കിലും ഇൽക്കൽ സാരി കിട്ടും. ശരി.